ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു അടിപൊളി മസാല ദോശയെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഞങ്ങൾ എന്തൊക്കെ പുറത്തുനിന്ന് കഴിച്ച്. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞതും എൻ്റെ അനിയനക്ക് മസാല ദോശ അത്ര ഇഷ്ടപ്പെട്ടില്ല, അവനക്ക് വിശപ്പ് മാറിയില്ല എന്ന് പറഞ്ഞ് വി ഡിസൈഡഡ് ടു വിസിറ്റ് ദ നെക്സ്റ്റ് പ്ലേസ്. അത് ഒരു നല്ല ബിരിയാണി കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയായില്ലെങ്കിലും ഞങ്ങൾ ബിരിയാണി കഴിച്ച്. പിന്നെ പോണ വഴിക്കൽ ഒരു പ്രോട്ടീൻ കുക്കീസ്, പിന്നെ ഒരു ജ്യൂസ്, പിന്നെ പിസ്സ ഫ്ലേവേർഡ് ചിപ്സ്, അതേപോലെ തന്നെ പ്രോൺ ക്രാക്കേഴ്സും അതും ഞങ്ങൾ വാങ്ങി. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റി പ്രോൺ ക്രാക്കറിന് ഉണ്ടായിട്ടില്ല. അതിന് ചെറുതായി വിഷമിപ്പിച്ച്. ഞങ്ങളിങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഞങ്ങളിതുവരെ ട്രൈ ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഓരോ കടയിൽ കയറി വാങ്ങും, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ട്രൈ ചെയ്യും. അത് ഞങ്ങളൊരു കൈൻഡ് ഓഫ് ലവ് ലാംഗ്വേജ് ആണ്. പിന്നെ ആ ചോക്ലേറ്റ് കുറേ എൻ്റെ അനിയൻ്റെ പാൻറ്റിൽ ഞാൻ കളഞ്ഞ്, അതിന് അവൻ്റെ നിന്ന് കുറേ ചീത്ത കേട്ട്. പിന്നെ അത് കഴിഞ്ഞതും ഒരു ഓണിയൻ റിങ്സ് ഇന്ന് കുറച്ച് ചീസ് ഫ്ലേവേർഡ് ആയിട്ടുള്ളത്, അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കാൻ ഭയങ്കര പണിയായിരുന്നു. പിന്നെ അവസാനം ഞാൻ പല്ല് ഉപയോഗിക്കേണ്ടി വന്ന് അതൊന്ന് പൊട്ടി കിട്ടാൻ. അതൊരു ചെറിയ നല്ല മെൽറ്റ് ഇൻ ദ മൗത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം. മറ്റേ ഇവിടേക്കിട്ട് പഫ് കീ അതിൻ്റെ ഒക്കെ പോലെ അതും നല്ലത് തന്നെയായിരുന്നു. പിന്നെ രാത്രിയായതും ഞങ്ങൾ വീണ്ടും പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചത്. വെള്ളപ്പം, വെജ് കറി, പിന്നെ പൊറോട്ട, പിന്നെ കുഞ്ഞിക്കോഴി പൊരിച്ചത്. ഈ കുഞ്ഞിക്കോഴി പൊരിച്ചത് വാസ് റിയലി യമ്മി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏതോ ഒരു ഫിഷ് നിർവാണ പോലത്തെ ഒരു കറി, അതും നല്ലതായിരുന്നു. ഞാൻ എടുത്തത് ഒരു വെള്ളപ്പം, പിന്നെ കുഞ്ഞിക്കോഴി പൊരിച്ചത്, കുറച്ച് ഫിഷ് കറി. ദ കോമ്പിനേഷൻ വാസ് ദി ബെസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞതും ഇന്ന് ഭയങ്കര ഹെവി ഫുഡായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.